ധാരാളം കുട്ടികളെ ഡൗട്ട് ചോദിച്ചൊരു ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് നമുക്ക് പെട്ടെന്ന് നോക്കാം ഒരു ഷോർട്ട് വീഡിയോയിൽ. ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് വെച്ചാൽ ഒരു റിയാക്ഷനിൽ, നമുക്കറിയാം റിയാക്ഷനിൽ രണ്ട് സാധനങ്ങളുള്ളത്, റിയാക്റ്റൻസും പ്രോഡക്ട്സും. റിയാക്റ്റൻസ് ചേർന്നിട്ടാണ് പ്രോഡക്റ്റ് കിട്ടുക. അപ്പോൾ ഒരു റിയാക്ഷനിൽ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തീരുന്ന ഫസ്റ്റ് യൂസ്ഡ് അപ്പ്, ആദ്യം ഉപയോഗിച്ച് തീരുന്ന റിയാക്റ്റൻറ്റിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ ഇത് തീർന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും, ആ റിയാക്ഷൻ അവിടെ നിൽക്കും. ഇത് ലിമിറ്റിലേ ഉണ്ടാവുള്ളൂ. അതാണ് എന്ത് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഞാൻ തമാശ രൂപത്തിൽ കുട്ടികളോട് പറയലുണ്ട്, ഈ ലിമിറ്റിംഗ് റിയേജൻറ്റ് നമ്മളൊരു വെജ് സദ്യയാണെന്ന് വിചാരിക്കും. വെജിറ്റേറിയൻ സദ്യയാണെങ്കിൽ ഈ പാലട പായസം അല്ലെങ്കിൽ പായസമൊക്കെയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. പെട്ടെന്ന് പായസം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ സദ്യ എന്ന് പറയാൻ പറ്റില്ല, വെറുതെ ഊണെന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ നോൺ വെജ് ഭക്ഷണമാണെങ്കിൽ ഇപ്പോൾ ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയൊക്കെ ആണെങ്കിൽ പീസ് പെട്ടെന്ന് കഴിയും അല്ലേ? നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞത് മാത്രം. അപ്പോൾ പീസുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബിരിയാണി അല്ല റൈസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഏതൊരു റിയാക്ഷൻ എടുത്താലും ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റ് ആദ്യം കൺസ്യൂം ചെയ്യപ്പെടും, കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടും, അത് തീരും. അത് തീർന്നാൽ ആ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുക. മനസ്സിലായോ?